ഇതാണ് ഷാവ്സിങ്ങിലെ ഫേമസ് ഫുഡ് മെനു വരുന്നത്. ഷാവ്സിങ്ങിലെ യെല്ലോ വൈൻ മിൽക്ക് ടീ, അതായത് മദ്യം ചേർത്ത ഒരു ചായ, പാൽ ചായ കുടിക്കാനായിട്ട് 30 വർഷം പഴക്കമുള്ള ഒരു യെല്ലോ വൈനാണ്. അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് ചിയേഴ്സ്. വൈനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ നമ്മൾ കുറച്ച് സ്പൈസിൽ മുക്കി. സുന്ദരികളൊക്കെ ഇരുന്നിട്ട് ഇവിടെ റൈസ് വൈനൊക്കെ മിക്സ് ചെയ്ത് അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ 1100 ബുദ്ധയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. കുറേ കഫേസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല പുരാതനമായ രീതിക്കുള്ള ബിൽഡിങ്സും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഷാവ്സിംഗ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്, അതായത് ജെജിയാങ് പ്രൊവിൻസിലെ ഷാവ്സിംഗ് എന്ന് പറഞ്ഞൊരു സിറ്റി. അപ്പോൾ ഈ ഷാവ്സിംഗ് സിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഏകദേശം നല്ല ഏൻഷ്യൻ്റ് ആയിട്ട് 2500 വർഷത്തോളം ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ ഫേമസ് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാവ്സിംഗ് റൈസ് വൈൻ ഉണ്ട്. പിന്നെ ഷാവ്സിംഗ് റൈസ് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കുക്ക് ചെയ്യാനും സംഭവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന റൈസ് വൈനാണ്. നമുക്ക് നോക്കി നോക്കാം എന്നാൽ ആ റൈസ് വൈൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഷാവ്സിംഗ് സിറ്റിയിലെ ആൻചാങ് എന്ന് പറഞ്ഞൊരു ഏൻഷ്യൻ ടൗണിലോട്ടാണ് വന്നിരിക്കുന്നത്. ആൻചാങ് ഏൻഷ്യൻ ടൗൺ എന്ന് പറയുമ്പോൾ ചിങ് ഡൈനാൻസിയും മിങ് ഡൈനാൻസിയും ആയി ആ സമയം തൊട്ടിട്ടേ ഉള്ള ഒരു ടൗണാണ് ഈ സംഭവം വരുന്നത്. ഇവിടുത്തെ പേയ്മെൻറ്റ്സ് മൊത്തം കല്ലുകൊണ്ട് വിരിച്ചിട്ടുള്ള പാതകളാണ് മൊത്തം വരുന്നത്. പിന്നെ ഇതിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഈ സിറ്റിയിൽ മൊത്തം സിറ്റി കൂടെ ഫുള്ള് ഈ റിവറുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് റിവർ സിറ്റി എന്നും അറിയപ്പെടുന്നതാണ് ഈ ഷാവ്സിംഗ് സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻചാങ് ഏൻഷ്യൻ ടൗണിലോട്ടാണ്, ഷാവ്സിംഗ് സിറ്റിയിലെ ആൻചാങ് ടൗണിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല സോൾട്ടഡ് സോസേജസും പിന്നെ കുറേ ഉണക്കമീനും ഉണ്ട് ഗൈസ്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കി നോക്കാം. പിന്നെ ഇവിടുത്തെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഇവിടെ വേറൊരു രീതിക്ക് ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിഗ്രഫിയാണ്. ചൈനീസ് കാലിഗ്രഫീനൊക്കെ പറ്റിയിട്ടുള്ള സംഭവമാണ്. ഇതൊക്കെ കുറച്ച് നമ്മൾ ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ എന്തൊക്കെ കാണാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ ഇനി ഇവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ ഈ ആൻചാങ് ടൗണിലോട്ട് വന്നേക്കാണ്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഒരു ആലപ്പുഴയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ബാക്ക് വാട്ടേഴ്സ് പോലെ ഇങ്ങനെ കുറേ ഈ ചെറിയ കുഞ്ഞി കച്ചവടക്കാരും സംഭവങ്ങളൊക്കെ പോകുന്നൊരു ഭാഗം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. നമ്മളങ്ങനെ ആൻചാങ് ഏൻഷ്യൻ ടൗണിൻ്റെ ആ പാതയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഹാൻഡ് ഫുഡ് ഡ്രസ്സിൻ്റെയൊക്കെ എന്തെല്ലോ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പോയിട്ട് നമുക്ക് ഹാൻഡ് ഫുഡ് ഉണ്ടെങ്കിൽ ഹാൻഡ് ഫുഡാവും. എന്താ ഉള്ളിലുള്ളത് നമുക്കൊന്ന് കയറി നോക്കാം. കമോൺ ഗൈസ്, ദേ ഹാൻഡ് ഫുഡ് ഇവിടെ. ഇതെന്തോ ഇവിടെ ഇത് റൈസ് വൈൻ സംഭവങ്ങളൊക്കെ തോന്നുന്നു കേട്ടോ. ഇതൊക്കെ എന്താണ് 5 ലിറ്ററിൻ്റെ വൈനാണ് തോന്നുന്നു ഈ സംഭവം വെച്ചേക്കുന്നത്. ഇതും ഒരു 480 യുവാനാണ് ഒരു ഇതിന് വരുന്നത്. കൊറേറ്റ് യുവാൻസ് എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഏകദേശം ഒരു 5000-6000 രൂപ അടുപ്പിച്ചിട്ട് വരും. അങ്ങനെ ഒരു വൈനും സംഭവങ്ങളൊക്കെയാണ്. ഇത് റെസ്റ്റോറൻ്റാണ് കേട്ടോ ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ ഫുള്ള് ആദ്യം കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. വൈൻ്റെ സംഭവങ്ങളും സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ വൈന് വെച്ചിട്ടുണ്ടാക്കണ ഓരോ ഫുഡ് ഐറ്റംസാണ് ഇവിടെ വരുന്നത്. ഇത് പിന്നെ ക്രാബിൻ്റെ കുറേ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. ക്രാബൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ചുമട്ടൻ ക്രാബ്, ചെമ്മീൻ, വൈന്, തോപ്പു, അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ്. ഇതൊരു ഫുഡ് മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ ആൻചാങ് ഏൻഷ്യൻ ടൗണിലെ ഒരു ഫുഡ് മാർക്കറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തോ പോർക്കുണ്ട് കേട്ടോ അവിടെ. കൊള്ളാം, നൈസൊരു ഏരിയ. ഇതാണ് ഷാവ്സിങ്ങിലെ ഫേമസ് ഫുഡ് മെനു വരുന്നത്. ഇതാണ് സ്റ്റിങ്കി തോഫു വരുന്നത്. ഇത് പിന്നെ ചെമ്മീനുണ്ട് ഇവിടെ. ഇത് പോർക്കിൻ്റെ ഒരു സംഭവം, ഇത് ചിക്കൻ്റെ ഒരു സംഭവം. അങ്ങനെ ഫുള്ള് ഫുഡ് മെനു ഇതാണ് വരുന്നത്. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ നമുക്ക് കഴിച്ച് നോക്കി നോക്കാം. നമ്മുടെ ഇപ്പോൾ അമിതയുണ്ട് കേട്ടോ. അമിത കുഞ്ഞി പട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടികളെയൊക്കെ നോക്കി നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തോ ഉണക്കാനിട്ടിട്ടുണ്ട്. നമുക്ക് എന്താണ് ഉണക്കാനിട്ടേക്കണെന്ന് നോക്കി നോക്കാം. നമ്മളെന്താ സാധാരണ ഉണക്കാനിടുക? ഡ്രസ്സല്ലേ നമ്മൾ ഉണക്കുക? തുണിയല്ലേ നമ്മൾ ഉണക്കാൻ? അത് വെയിലത്ത് വെച്ച് അങ്ങനെ നിലത്ത് വെച്ചിട്ട് നമ്മൾ ഉണക്കാടുക. ഇവിടെ എന്താ ഉണക്കാട്ടേക്കണ്? എന്താണ് ഗൈസ്? ഇതാണ് താറാവ് ഉണക്കാട്ടിട്ടുണ്ട്. ഇതെന്തിൻ്റെ റിബ്സ് ആണല്ലോ? പോർക്ക് റിബ്സ് തോന്നുന്നു. പോർക്ക് റിബ്സും ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ അടുത്തേക്ക് വരുമ്പോൾ ഒരുമാതിരി പിഴച്ച മണമൊക്കെ ഉണ്ട്. ഇത് ഉപ്പിട്ടിട്ട് അങ്ങനെ ഉണക്കാനിട്ടേക്കാണ്. ഇവിടെ എന്തോ സോസേജ് ഉണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണോ ഗൈസ്? എന്തായിരിക്കും അവസ്ഥ? കണ്ടിട്ട് എന്തോ പോലെ ഉണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതേ സംഭവം കാണുകയാണ് വെച്ചാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഇതേവരെ വേറെ മീലൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കി നോക്കാം. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇതെന്തോ ജിയോ ആണ് കേട്ടോ. ജിയോ ഞായച്ച എന്താന്ന് വെച്ചിട്ടാ ഗൈസ്, ഇത് പാൽ ചായയാണ്. പക്ഷെ പാൽ ചായേൻ്റെ ഒപ്പം മിക്സ് ആയിട്ടുള്ളത്
മദ്യം ഒരു ഹ്വാങ്ജുവൻ ആഴ്ച കുടിക്കാൻ പോവാണ്. ഹ്വാങ്ജുവൻ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ വൈൻ മിൽക്ക് ടീ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരെണ്ണം കുടിച്ചു നോക്കാം. നമ്മൾ ഷാവ്സിങ്ങിലെ യെല്ലോ വൈൻ മിൽക്ക് ടീ, അതായത് മദ്യം ചേർത്ത ഒരു ചായ, പാൽ ചായ കുടിക്കുകയാണ് കേട്ടോ. നാട്ടിൽ പാൽ ചായയും മദ്യം കഴിഞ്ഞാൽ ആൾക്കാർ വാള് വെക്കുന്നൊക്കെ പറയും. ചൈനയിൽ അതൊരു ഫുഡാണ്. അപ്പോൾ നമ്മളത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വേറെ ഒരു ഷാവ്സിങ്ങിലെ കുറേ സ്പെഷ്യൽ ഫുഡാണ്. നമ്മുടെ അവിടെയും കിട്ടുന്ന കുറേ സംഭവങ്ങളൊക്കെ തന്നെയാണ്, ഓരോ ചിക്കൻ സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ കുറേ മുട്ടയും സാധനങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ബീഫിൻ്റെ സാധനങ്ങളും കുറേ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, തോപ്പും ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ലാജുവലൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തരുന്നതാണ്. ഹോട്ട് പോട്ടിൻ്റെ കുറച്ചൊരു സംഭവം. ഇവിടെ കുറച്ച് സൊവിനിയേഴ്സ് ഒക്കെ മേടിക്കാൻ വന്നേക്കാണ്. നമ്മൾ എവിടെ വന്നാലും സൊവിനിയേഴ്സ് മേടിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ഇപ്രാവശ്യം മേടിച്ച സൊവിനിയർ, ഷാവ്സിങ്ങിൻ്റെ സൊവിനിയർ. സൊവിനിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മയ്ക്കായിട്ട് മേടിക്കുന്ന ഒരു ഐറ്റം. ഇതൊരു ഷാവ്സിങ്ങിലെ നമ്മുടെ യാൻചാങ് സിറ്റിയിലത്തെ ഒരു മദ്യക്കടയിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ സംഭവമാണ് ഷാവ്സിങ് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷാവ്സിങ് റൈസ് വൈനും പിന്നെ യെല്ലോ വൈൻ, വൈറ്റ് വൈൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ബൈജു ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ കല്യാണത്തിനും ചൈനീസ് ഓരോ ഫംഗ്ഷനൊക്കെ ഇവർ കുടിക്കുന്ന ഓരോ സംഭവങ്ങളാണ്. ഈ സാധനങ്ങളൊക്കെ റൈസ് വൈനും സംഭവങ്ങളൊക്കെ നമ്മൾ ഓരോ ഫുഡിലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കുടിച്ച ചായയിൽ വരെ മദ്യത്തിൻ്റെ ഒരു അംശം ചേർത്തിട്ടാണ് ഇവരുണ്ടാക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ എന്തല്ലോ കുറേ റൈസ് വൈനും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവർ പുറത്തേക്ക് പോയി അയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഓരോ കുപ്പികളാണ്, പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതോരോ തോഫൂൻ്റെ ഓരോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇത് പിന്നെ ചായേൻ്റെ ഓരോ സാധനങ്ങളാണ്, ചായേൻ്റെ ഇലയും സംഭവങ്ങളൊക്കെ. ആൾക്കാരൊക്കെ എത്രയോ വർഷം പഴക്കമുള്ള വൈനുകളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ മൂത്തായി വേണം, അങ്ങനെ ഇതൊക്കെ ബൈജിയോ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മദ്യക്കട, ചൈനയിലെ മദ്യക്കട. ഇപ്പോൾ ഇവിടെ 30 വർഷം പഴക്കമുള്ള ഒരു യെല്ലോ വൈനാണ്. അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട്. ശിഷ്യേ. അപ്പോൾ നമ്മളിത് നമുക്ക് യെല്ലോ വൈൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഗൈസ്. ഹ്വാങ്ജിയോ ഷാവ്സിങ് ദ ഹ്വാങ്ജിയോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ചിയേഴ്സ്. കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. ഇത് 20 വർഷം പഴക്കമുള്ള കുറച്ച് മധുരമുള്ളതാണെന്ന് പറഞ്ഞ് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. 20 വർഷം പഴക്കമുള്ള മദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ മദ്യം ഒരിക്കലും പ്രൊമോട്ട് ചെയ്യണതല്ല. ഇത് ഇവിടെ ഒരു സിറ്റിയിൽ വന്നപ്പോൾ ഇതൊക്കെ ഫുഡിൽ ആഡ് ചെയ്തിട്ട് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇനി റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയി കഴിഞ്ഞാലും ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഫുഡൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് ഷാവ്സിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം ഉള്ള ഒരു മെനു ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇത് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഷാവ്സിങ് സ്പെഷ്യൽ. ഇതിലൊക്കെ വൈൻ ആഡ് ചെയ്തിട്ടുള്ള ഫുഡുകളാണ് കേട്ടോ ഈ ഏകദേശം എല്ലാതും വരുന്നത് തന്നെ. അപ്പോൾ മുസ്ലിംസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഷാവ്സിങ് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിരിക്കും കൂടുതലും ഇത്. കാരണം ഞാനിവിടെ ഒന്നും തന്നെ ഹലാൽ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കണ്ടിട്ടില്ല. ഇത് പോക്കിൻ്റെ മൗത്തിൻ്റെ ഒരു ഭാഗമാണ് വരുന്നത്. പിന്നെ ഇത് എന്താണ്, ഇത് ഫിഷ് ഫ്രൈ ആണ്. ഇതാണ് നമ്മൾ ഒന്ന് ഓർഡർ ചെയ്തേക്കുന്നത്. ഫിഷ് ഫ്രൈ കണ്ടിട്ട് നാട്ടിലത്തെ ഒരു ഫിഷ് ഫ്രൈ പോലെയൊക്കെ ഉണ്ട്, പക്ഷേ അവർ എരിവില്ലാത്തതാണെന്ന് പറഞ്ഞ്. പിന്നെ ഇത് സ്റ്റിങ്കി തോപ്പ് എന്നാണ് പറയുക ഇതിന്. അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല. നമ്മൾ പോർക്ക് ഓർഡർ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ചിക്കൻ്റെ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് വൈറ്റ് വൈന് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ്റെ ഒരു സംഭവമാണ്. ഇത് തീരെ എരിവില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കുറച്ച് എരിവ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതും ചിക്കൻ്റെ ഒരു ഐറ്റമാണ്. ചിക്കൻ്റെ കാലുണ്ട്, അല്ല ഇത് ഡക്കിൻ്റെ കാലുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡക്കിൻ്റെ ഐറ്റംസ്, ഫിഷിൻ്റെ ഐറ്റംസ്, പോർക്കിൻ്റെ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അത് ഷാവ്സിങ് സ്പെഷ്യൽ ഫുഡുകളാണ്. ഇത് മൊത്തം ഫിഷാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ വൈൻ്റെ സംഭവങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ജ്യൂസൊക്കെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പൊറിജിൻ്റെ എന്തോ ഐറ്റമാണ്. പിന്നെ ഇത് വേറെ കുറച്ച് കറികളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചിക്കൻ്റെ ഇത് ഇവിടെ ഇരിക്കുന്ന ഈ ചിക്കനും പിന്നെ ഒരു ഫിഷ് ഫ്രൈയും പിന്നെ 2 ബൗൾ റൈസുമാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇനി ഫുഡ് വന്നിട്ട് കണ്ടോക്കാം. നമ്മളിപ്പോൾ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അമിത വന്നിട്ട് അമിതയും വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റിക് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇതേ എവിടെ കാണിക്കാവോ? ചൈനീസ് വംശജരായ ചൈനീസ് പെൺകുട്ടികൾ ഹാൻഫു വസ്ത്രം ധരിച്ച് നടന്നു നീങ്ങുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര ലൈറ്റ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയൊക്കെയാണ്. വിചാരിച്ചത്ര സൂപ്പർ
അല്ല തോന്നുന്നു നമ്മുടെ ഫിഷ് ഫ്രൈ കണ്ടിട്ട്. പിന്നെ നമ്മുടെ ചിക്കൻ എത്തിയിട്ടുണ്ട്, വൈറ്റ് വൈൻ വെച്ചിട്ടുള്ള ചിക്കൻ. പിന്നെ അതേ നമ്മൾ പറഞ്ഞപ്പോൾ സ്പൈസ് വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ റൈസും ഉണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ച് നോക്കാം. ചിക്കനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ചിക്കനൊന്നും എടുത്ത് കഴിച്ച് നോക്കാം. ഇതേ വൈനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ നമ്മൾ കുറച്ച് സ്പൈസിൽ മുക്കി നമ്മൾ ഇവിടെ എടുത്ത് വായിൽ വെള്ളം വരുന്നു ഗൈസ്. കഴിക്കണം. ചൈനീസ് ഷാവോഷിങ് ദ ഫുഡ്. പൊളി സാധനം, ഒന്നും പറയാനില്ല. സൂപ്പർ സാധനം. നിങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും ഇതൊക്കെ കഴിച്ചു നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ചൈനയിൽ ഇപ്പോൾ മനസ്സിലായില്ലേ, പല്ലി, പാറ്റ, പുഴുവൊന്നും മാത്രമല്ല കിട്ടുക, ചിക്കനും മീനൊക്കെ കിട്ടും കഴിച്ച്. ഇതിനടുത്ത് നമുക്ക് മീൻ കഴിച്ചു നോക്കാം. മീൻ ഇതേ നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്, ചോപ്പ് സ്റ്റിക്സിലേക്ക് ആക്കി. ഇനി ഇതിനടുത്ത് കുറച്ച് നമ്മൾ സ്പൈസിലൊക്കെ ഇട്ട് ഞങ്ങൾ എരിവൊക്കെ സെറ്റാക്കിയിട്ട് കഴിക്കാം കേട്ടോ. സൂപ്പർ സൂപ്പർ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ഥലം കാണാൻ പോവുകയാണ്. നമ്മളിതേ ഈ വണ്ടിയിലാണ് സ്ഥലം കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതേ ഇവിടെ ഒരു തുക്കുട് വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ കേസ്. നമ്മുടെ അമിത ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഈ അങ്കിള് നമ്മളെ സ്ഥലം കാണിക്കാൻ കൊണ്ടുപോവാണ്. ഏകദേശം 1.5 മണിക്കൂർ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞേക്കണത്. അങ്കിള് തുക്കുട് വണ്ടിയിൽ പോകുന്നുണ്ട്. ഇതെനിക്ക് വന്ന് ഡൽഹിയിലെ റിക്ഷ പോലെ ഉണ്ടല്ലേ, ഡൽഹിയിലെ റിക്ഷയെല്ലാം കേട്ടോ, ഡൽഹിയിലെ ടുക്ക്. അപ്പോൾ കേസ് നമ്മളിതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു. ചൈനീസ് മാർക്കറ്റാണ് കേട്ടോ ഗൈസ്. കുറേ എന്തെല്ലോ റെഡ് കളർ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രോസ്പെരിറ്റി, റിച്ച് അങ്ങനെ എല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാ സാധനത്തിൻ്റെയും കവർ റെഡായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഡ്രസ്സ് കടകളുണ്ട്. പിന്നെ ലോക്കൽ മാർക്കറ്റാണ് കേട്ടോ ഇത് വരുന്നത് മൊത്തം. ഷാവോഷിങ്ങിലെ ലോക്കൽ മാർക്കറ്റാണ് ഈ വരുന്നത് മൊത്തം. നമുക്ക് ഏതോ ഒരു കുഗ്രാമത്തിലൂടെയൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാവോഷിങ് സിറ്റിയിൽ ഇവിടുത്തെ പേയ്മെൻറ്റ്സ് ഒക്കെ നോക്കൂ, കല്ലുകൊണ്ട് വിരിച്ചിട്ടുള്ള പേയ്മെൻറ്റ്സ് ആണ്. നമ്മുടെ ഡ്രൈവർ സ്പൾബർ ഇവിടെ ഉണ്ട്. അങ്ങനെയല്ല, പാതകൾ പുൽമേടകൾ, സ്പൾബർ ഡ്രൈവറിനൊപ്പം ഞങ്ങളും ഓക്കെ. അപ്പോൾ അതെ നമ്മൾ ഏതൊക്കെയോ കുഞ്ഞു വഴി കൂടെ കൊണ്ട് ഇവിടെ നോക്കും നിങ്ങൾ, ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ വീടുകളാണ് തോന്നുന്നു കേട്ടോ. ഇതിനുള്ളിൽ ഒട്ടി കാണാണ്ടോ, വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി ക്യാമറ എടുത്ത് അടിയിട്ട് കിടന്നു. ചൈനയിലെ ഷാവോഷിങ് സിറ്റിയിലെ പുരാതനമായ ഒരു സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത്. ഇവിടെ പുരാതനമായ ആ സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു സിനിമ കാണുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് നമുക്കിതൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് നമ്മളതിൽ കയറിയിട്ട് കാര്യമില്ല. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു സൗവനീർ ഷോപ്പാണ്. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻട്രൻസ് എന്ന് മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ചൈനീസിൽ എഴുതിയിരിക്കുന്നത് സാൻ ഹുവാൻ യോ ബി ജിൻ അങ്ങനെ എന്തോ ആണ് എഴുതിയിരിക്കുന്നത്. ഉള്ളിലോട്ട് കയറി പോകുന്നതാണ് എഴുതിയിരിക്കുന്നത്. കൊറിയനാണ്, ജപ്പനീസും അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഇതൊരു മ്യൂസിയം ആണ് കേട്ടോ ഗൈസ്. 1868 തൊട്ടിട്ട് 1940 വരെ ഉണ്ടായിരുന്ന ചൈനയിലത്തെ ഷാവോഷിങ്ങിലത്തെ മെയിൻ ആളാണ് കേട്ടോ. ചെങ്ഡു ചോങ്സിങ്ങിലൊക്കെ പോയപ്പോൾ ഈ സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് വെൻഡിങ് മെഷീനാണ് ഈ വരുന്നത്. അതായത് ടച്ച് ദ സ്ക്രീൻ ടു ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഏതാണോ വേണ്ടത് സൊവനിയർ ഐറ്റംസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ തൊട്ട് കഴിഞ്ഞാൽ നേരെ നമുക്ക് ആ മെഡലൊക്കെ സൊവനിയർ ആയിട്ട് മേടിക്കാൻ പറ്റുന്നതാണ്. അത് ഏകദേശം 40 യുവാനൊക്കെ, നാട്ടിൽ ഏകദേശം ഒരു 500 രൂപയൊക്കെയാണ് അതിന് വരുന്നത്. ചൈനീസ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മൊത്തം ഒരു ഫുഡ് കഴിക്കുന്ന ഒരു ഡൈനിങ് ടേബിളാണ് കാണുന്നത്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ രീതിക്കുള്ള കാലിഗ്രഫി സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാലിഗ്രഫി ബ്രഷാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഇത് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് അബാക്കസ് ആണ് കേട്ടോ ഈ ഇരിക്കുന്നത്. നമ്മൾ അബാക്കസ് നാട്ടിലുണ്ട്, അബാക്കസ് ചൈനീസ് അബാക്കസ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് ആൻറ്റി ജപ്പനീസ് വാറിൻ്റെ സമയത്തൊക്കെ, അതായത് ജപ്പാനായിട്ടുള്ള ഇവരുടെ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഓരോ സംഭവങ്ങളാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ഓരോ പ്രൊഫസേഴ്സും, അതായത് ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫൈഡ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഹയസ്റ്റ് ക്വാളിഫൈഡ് ആൾക്കാരുടെയൊക്കെ ഓരോ സ്ഥലങ്ങളും അവർ പഠിച്ചിരുന്ന സാധനങ്ങളതിനെയൊക്കെ ആക്കിയിട്ടുള്ളൊരു മ്യൂസിയമാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഒരു ഫാമിലി സ്കൂളിൻ്റെ രൂപമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. എങ്ങനെ ടേബിൾ ഇത് പണ്ട് കാലത്തിരുന്ന് പഠിച്ചിരുന്ന ആൾക്കാരുടെയൊക്കെ രൂപങ്ങൾ രസമുണ്ട് കേട്ടോ. എസ്തറ്റിക് മൂഡ് കിട്ടുന്നുണ്ട് ഇവിടെ. മ്യൂസിയമാണ്. ഇതിലേക്ക് ആൾക്കാർ പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മീനൊക്കെ ഉണ്ട് ഗൈസ്, ഗോൾഡ് ഫിഷൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളിത് ഈ ആൻഷ്യൻ സിറ്റി മ്യൂസിയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഉണക്കിയ ഡക്കിൻ്റെയൊക്കെ സാധനങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഉണക്കാനിട്ടേക്കാണ്. ഇതിലേക്ക് എന്തൊക്കെയോ ഒരു ഫ്ലേവേഴ്സും സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഡക്കിനെ ഉണക്കാനിട്ടേക്കാണ് ഇവിടെ മൊത്തം. അതിൽ നിന്ന് ഇങ്ങനെ ഒറ്റി വീഴുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഫുഡ് ഐറ്റമായിട്ട് ഇവർ കഴിക്കുന്നതാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം സോസേജസ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ സോസേജസിനെ ഉണക്കിയിട്ട്, അതായത് ഉപ്പും സാധനങ്ങളും ഫ്ലേവേഴ്സൊക്കെ ഇട്ടിട്ട് സോസേജിനെ ഉണക്കിയിട്ടുള്ളൊരു സംഭവമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് റിബ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ വവ്വാല ഒന്നും അല്ല, ചിക്കനാണ് ഗൈസ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ താറാവിനെ ഉണക്കിയിട്ടിട്ടുണ്ട്. ഇതേ താറാവിൻ്റെ തലയും വായൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സുന്ദരികളൊക്കെ ഇരുന്നിട്ട് ഇവിടെ റൈസ് വൈനൊക്കെ മിക്സ് ചെയ്ത് അടിക്കുന്നുണ്ട് കേട്ടോ. എന്നാ പറയാനല്ല, എല്ലാവരും ഇവിടെ പാലിലും മദ്യം ചേർത്ത് കുടിക്കുന്നു, ചോറിലും മദ്യം ചേർത്ത് കുടിക്കുന്നു, ചിക്കൻ ഫ്രൈ മദ്യം ചേർക്കുന്നു, എല്ലാത്തിലും മദ്യം തന്നെ. ഇതൊരു മദ്യത്തിൻ്റെ സിറ്റി തന്നെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതാണ് നമ്മുടെ ഡ്രൈവർ സ്പൾബർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളതിന്. ഇപ്പുറത്തേക്ക് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കി നോക്കാം. ആൻഷ്യൻറ്റ് സിറ്റിയിലത്തെ ഒരു അമ്പലമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ചൈനീസ് ദൈവം നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. നമ്മൾ ഏതൊരു അമ്പലത്തിൽ വന്നാലും ഇവിടെ കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാവും, പിന്നെ ചന്ദനത്തിരി പോലത്തെ സംഭവമൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആയിട്ടുള്ള അമ്പലം കേട്ടോ. ഇതാണ് ഇവരുടെ ദൈവം. പിന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാം ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ട് പേടിയാവുന്നു കേട്ടോ, രുദ്രഭാവമാവുന്നു. പിന്നെ അങ്ങനെ കുറേ ദൈവങ്ങളാണ് ഇവിടെ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ചൈനീസ് അമ്പലത്തിൽ എല്ലായിടത്തും പുറത്ത് കുറച്ച് ദൈവങ്ങളുണ്ടാവും. ആ 4 പേരാണ് 4 ദിശയിലോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഉള്ളിലുള്ള ദൈവത്തിന് 4 ദിശയിലോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പുറത്ത് കണ്ട ദൈവങ്ങൾ. ഇനി ഉള്ളിലോട്ടാണ് മെയിനായിട്ടുള്ള ദൈവം ഉണ്ടാവുക. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സുന്ദരി ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. നമ്മൾ സുന്ദരിയാന്ന് പറഞ്ഞിട്ടോ കുട്ടീനെ, ജൻ പ്യാവ്ലിയ എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നർത്ഥം. ഇവിടെ ബുദ്ധൻ്റെ അമ്പലമാണ്. ഇവിടെ ഉള്ളിലോട്ട് വന്നാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് വലിയൊരു ബുദ്ധൻ്റെ അമ്പലമുണ്ട് ഇവിടെ. നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ ഓരോ രൂപങ്ങളാണ് കേട്ടോ, ഓരോ ദൈവങ്ങളാണ് ഇവിടെ ഉള്ളത്. മൊത്തം ചൈനീസ് ദൈവങ്ങളാണ് കേട്ടോ, ചൈനീസ് അമ്പലത്തിലെ ദൈവങ്ങൾ. അപ്പോൾ ബുദ്ധയാണ് മെയിനായിട്ടുള്ള ഇവിടുത്തെ ഗോഡ് വരുന്നത്. ഇവിടെ ഒരു കുട്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മുടെ 1000 ഹാൻഡഡ് ബുദ്ധയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഈ സൈഡിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ എന്തോ ഒരു കുളം പോലെയൊക്കെ ഉണ്ട്. അവിടെ എന്തോ കാലിഗ്രഫി, ചൈനീസ് കാലിഗ്രഫിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അവിടെ പോയിട്ട് എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എവിടെ നോക്കും നിങ്ങൾ, കുറേ സുന്ദരികളൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഷാവ്സിങ്ങിലെ സ്പെഷ്യൽ സ്റ്റിങ്കി തോപ്പ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ഈ തെരുവിലൂടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു ഫോട്ടോ എടുക്കുന്ന അമ്മച്ചിനെ നിങ്ങൾക്ക് കാണാം. മാസമായിട്ട് രണ്ടര മുന്നിൽ നിന്നിട്ട് അമ്മച്ചി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരേ കടകളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ വ്യത്യസ്തമായ രീതിക്കുള്ള കടകളാണ് മൊത്തം കാണുന്നത് തന്നെ. ഫുഡിൻ്റെ കടകളുണ്ട്, സോവിനിയ കടകളുണ്ട്. എന്തോ ഒരു കടയിൽ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. ഇവിടെ എന്തോ സ്പെഷ്യലായിട്ടുള്ള എന്തോ കാലിഗ്രഫി എഴുതി കൊടുക്കുന്ന തോന്നുന്നു. കാലിഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പെഷ്യൽ ഹാൻഡ് റൈറ്റിങ്ങിൽ ഭയങ്കര വൃത്തിയോടുകൂടി എഴുതുന്നതിനെയാണ് കാലിഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ചൈനീസ് ക്യാരക്ടേഴ്സൊക്കെ നല്ല രീതിക്ക് എഴുതിയിട്ട് ഇങ്ങനെ അവർ ഓരോ ക്ലോത്തിലൊക്കെ എഴുതിയിട്ട് അവർ ഓരോ സ്ഥലത്ത് വിൽക്കുന്നതൊക്കെ കാണാം. ഫുൾ എസ്തെറ്റിക് വൈബുള്ള സ്ഥലമാണ് കേട്ടോ. അത് മൊത്തം നല്ല അത്യാവശ്യം ക്രൗഡുണ്ട്, എന്നാലും വലിയ തിരക്കോ റഷ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നല്ല ജ്യൂസ് കടയും സാധനങ്ങളും പിന്നെ പഴയ രീതിക്കുള്ള പുരാതനമായ ബുക്കുകളും ലിപികളൊക്കെ എഴുതിയിട്ടുള്ള എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ എത്തിയേക്കണത് ചൈനയിലെ തന്നെ ഈ ഷാവ്സിങ്ങിൽ തന്നെ ഏറ്റവും സ്പെഷ്യൽ ഒരു സ്ഥലമാണിത്. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഷു ബ്രിഡ്ജ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയേക്കണത് മൊത്തം കല്ലുകൊണ്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് കല്ലുകൊണ്ടാണ് ഈ ബ്രിഡ്ജ് മൊത്തം വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം മൊത്തം കല്ലുകൊണ്ടാണ് കേട്ടോ. ഇത് കൂടെ ഒരു ലേക്ക് ചെറിയ രീതിക്ക് പോകുന്നുണ്ട്. ഇവിടെ മൊത്തം കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ചെറിയ ഇതിൽ കൂടെ തോണിയും കൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട്. ഇതിൽ നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ലേറ്റായി, അപ്പോൾ നമുക്ക് ഈ ഒരു റൈഡ് പോകാൻ പറ്റില്ല. ഇത് ഈ സിറ്റി മൊത്തം കവർ ചെയ്യണ രീതിക്ക് ഈ പഴയ ഏൻഷ്യൻറ്റ് സിറ്റി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറേ കഫേസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല പുരാതനമായ രീതിക്കുള്ള ബിൽഡിങ്സും ഷാവ്സിങ്ങിലെ സ്പെഷ്യൽ സ്ഥലങ്ങളാണ് ഗൈസ് ഇതൊക്കെ. നമ്മളിവിടെ കുറച്ച് സ്നാക്സ് ഇതൊക്കെ ഉണ്ട്. ഇവിടെ സ്നാക്സ് എന്തൊക്കെയോ സ്നാക്സ് ഷോപ്പാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഒരു പച്ച സാധനം ട്രൈ ചെയ്ത് നോക്കാം. അത് കുഴപ്പമില്ല, പുഡിങ്ങിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. പിന്നെ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാലിഗ്രഫീൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ പേര് ലീത്തോങ് എന്നാണല്ലോ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലീത്തോങ് ഇവിടെ എന്തെല്ലാം എഴുതുന്നുണ്ട്. ഇത് കാലിഗ്രഫി, ഇതാണ് ചൈനീസ് കാലിഗ്രഫി. ഇതിപ്പോൾ അദ്ദേഹം നമ്മുടെ പേര് വെച്ചിട്ട് എന്തൊക്കെയോ കുറേ എഴുതി തന്നേക്കാണ്. അടുത്തത് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചൈനീസ് ഫ്രണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത്. നമുക്ക് എന്തൊക്കെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ, ഇത് മാത്രമാണ് എനിക്ക് അറിയുള്ളൂ. ഇതാണ് എൻ്റെ പേര് വരുന്നത്. ബാക്കി എന്തെല്ലോ കുറേ ക്യാരക്ടേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്, തോങ് ഫെങ്ങൊക്കെ എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എന്താ അർത്ഥം എന്നുള്ളത് ഏതെങ്കിലും ഒരു ചൈനീസ് ഫ്രണ്ടിനെ കൊണ്ട് ചോദിച്ചിട്ട് നമുക്ക് പറയണം. അദ്ദേഹം നമുക്ക് കുറേ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തന്നാണ്. അപ്പോൾ കഴിച്ച് നമ്മൾ ആൻഷാങ് സിറ്റിയിലത്തെ ആൻഷ്യൻ സിറ്റിയിലെ കുറച്ച് വ്യൂസൊക്കെ കണ്ടു, കുറച്ച് ആ പഴയ തെരുവ് കൂടെയൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു, നല്ല ഷൗസിങ് വൈനൊക്കെ കണ്ടു. അപ്പോൾ അത് എന്താണ് പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.